Nham, 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 nham. Podo. ഉത്തർപ്രദേശത്തിലെ ആദംപൂർ ഗ്രാമത്തിൽ എല്ലാം നന്നായി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു രാത്രി ആരും പ്രതീക്ഷിക്കാത്ത ഒരു ക്രൂരമായ സംഭവം നടന്നു. വീടിന്റെ പുറത്ത് ഒരു കട്ടിലിൽ തന്റെ അമ്മയുടെ കൂടെ ഒരു കുട്ടി ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അതിനുശേഷം ആ കുട്ടിയെ പറ്റി ഒരു വിവരവും ആർക്കും കിട്ടിയില്ല. അത് കാരണം ആ ഗ്രാമത്തിൽ ഭയങ്കര ഒച്ചയും ബഹളവുമായി. ഗ്രാമത്തിലെ ജനങ്ങളുടെ മനസ്സിലുള്ള ഒരേ ചോദ്യം ആ കുട്ടിയെ പൊക്കിക്കൊണ്ടുപോയത് ആരാണെന്നുള്ളതാണ്. ആ അമ്മ പറഞ്ഞു, ഒരു ചെന്നായാണ് പൊക്കിക്കൊണ്ടുപോയതെന്ന്. സംഭവം നടന്ന സ്ഥലത്തു നിന്നും കാടിലേക്ക് പോകുന്ന വഴിയിൽ ചെന്നായിന്റെ കാൽത്തടമല്ലാതെ ഒരു മനുഷ്യന്റെ കാൽച്ചുവടിന്റെ അടയാളവും ഉണ്ടായിരുന്നു. ആ ഗ്രാമത്തിൽ മാത്രമല്ല, അതിന് ചുറ്റുമുള്ള എല്ലാ ഗ്രാമത്തിലും 6 കുട്ടികളും 2-3 യുവാക്കളും ഒരു വയസ്സായ സ്ത്രീയും ആ ചെന്നായിക്ക് ഇരയാവുകയുണ്ടായി. സംഭവം നടന്ന എല്ലാ സ്ഥലങ്ങളിലും ചെന്നായിയുടെ കാൽപ്പാടുകളോടുകൂടി മനുഷ്യന്റെ കാൽപ്പാടും ഉണ്ടായിരുന്നു. ഇത് കണ്ട ജനങ്ങളെല്ലാം ആകെ പരിഭ്രാന്തരായി. എടോ രാമനാഥ, തനിക്കെന്ത് തോന്നുന്നു? ഇത് വല്ല പ്രേതബാധയാണോ? എനിക്കും അങ്ങനെയാ തോന്നുന്ന അങ്ങുന്നേ. അതുകൊണ്ടാണ് ഞാൻ ഭോജാബാബയെ വരാൻ പറഞ്ഞത്. അതാ നോക്കിയേ, ഭോജാബാബ വന്നല്ലോ. അവിടെ വന്ന അദ്ദേഹം ചെന്നായിന്റെയും മനുഷ്യന്റെയും കാൽച്ചുവടുകൾ കണ്ട് തന്റെ ശിഷ്യരോട് എന്തോ രഹസ്യമായി പറഞ്ഞു. ശിഷ്യ, ഈ ഗ്രാമത്തിലെ ജനങ്ങളെല്ലാം മണ്ടന്മാരാണ്. ഇത് നമുക്ക് നല്ലൊരു അവസരമാണ്. യക്ഷി, ഭൂതം, പ്രേതം എന്ന് പറഞ്ഞ് നമുക്ക് ഇതിനെ മുതലാക്കാം. എന്തു പറ്റി ബാബ? ബാബ പറയുന്നത് ഈ ഗ്രാമത്തിൽ ഒരു വലിയ യക്ഷിയുടെ പ്രഭാവം ഉണ്ടെന്നാണ്. അത് ശരിയാക്കണമെങ്കിൽ രാത്രി കാട്ടിൽ ചെന്ന് പൂജ ചെയ്യണം. അതിന് ഒരുപാട് ചെലവാകും. ജീവന് വേണ്ടിയുള്ള ആ ഗ്രാമത്തിലെ ജനങ്ങളെല്ലാം ചേർന്ന് ഹോജബാബ ചോദിച്ച പൈസ അദ്ദേഹത്തിന് നൽകി. ഗ്രാമത്തിലെ ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ഹോജബാബ അദ്ദേഹത്തിന്റെ ശിഷ്യരുമായി ചേർന്ന് രാത്രിയിൽ കാടിന്റെയും ഗ്രാമത്തിന്റെയും നടുക്കുള്ള ഒരു സ്ഥലത്ത് വെച്ച് അദ്ദേഹത്തിന്റെ മായമന്ത്ര നാടകം തുടങ്ങി. ചെയ്യണം ബാബ, നമുക്കിപ്പോ തന്നെ ഒരുപാട് പൈസ കിട്ടിയില്ലേ? വരൂ, ഇവിടെ നിന്ന് ഓടിപ്പോയി രക്ഷപ്പെടാം. ഗ്രാമത്തിലെ ജനങ്ങൾ നമ്മളെ ശ്രദ്ധിക്കുന്നത് വരെ നമ്മൾ ഈ യാഗനാടകം നടത്തിയേ പറ്റൂ. അവരെല്ലാം ഇവിടെ വരുന്നത് നിർത്തിയാൽ ഉടനെ നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാം. ശിഷ്യ, ഗ്രാമത്തിലെ ജനങ്ങളുടെ വരവും പോക്കും നിന്നു. പെട്ടെന്ന് നമ്മുടെ സാധനങ്ങളെല്ലാം എടുത്ത് നമുക്ക് രക്ഷപ്പെടാം.